തുടരും. മീഡിയ സീരിയൽ സിനിമ രംഗത്ത് വണ്ടി എവിടെ അങ്ങോട്ടാണോ? പുതിയ പ്രോജക്റ്റ് ഒന്നും ഡേറ്റ് ഒന്നും ഫിക്സ് ആയില്ല. ഉടനെ അപ്ഡേഷൻ ഉണ്ടാവും. എന്തായാലും 2025 ഒരു നല്ല വർഷമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ന്യൂ ഇയർ അടിച്ചു വിളിച്ചായിരുന്നു. ഒരു മിനിറ്റ് നിൽക്കും മേഡം ഒന്ന്. പിന്നെ പുതിയ വിശേഷങ്ങളെന്ന് പറയാം. പുതിയ വിശേഷങ്ങളാണ്, ഉടനെ അറിയിക്കാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഒരു സീരിയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ മൂവി ഒന്നും പറയുന്നില്ല, തൽക്കാലം അപ്ഡേറ്റ്സ് ഒന്നും പറയുന്നില്ല. ഈ സീരിയൽ ചെയ്യുന്നതിൻ്റെ ആണ്. വസുധ എന്ന് പറഞ്ഞിട്ട് കൗമുദിയിൽ, അതാണിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്. കോസ്റ്റ്യൂം ഞാൻ തന്നെയാണ്, എന്നെ സ്റ്റൈൽ ചെയ്തത് ഞാൻ തന്നെയാണ്. അതും എൻ്റെ ഡിസൈൻ തന്നെയായിരുന്നു, ഞാൻ തന്നെയായിരുന്നു പ്ലാൻ ചെയ്തത്. അതിവിടെ വർക്കലയാണ്, പക്ഷേ ഞാൻ അത് ഇട്ട സമയത്ത് ദുബായിലായിരുന്നു കൊണ്ടിട്ട് അപ്ഡേഷൻ വന്നത് ദുബായിലായിരുന്നു. പക്ഷേ ദുബായിലല്ല, അത് വർക്കലയാണ് ഷൂട്ട്. ബിഗ് ബോസിന് ശേഷമുള്ള മാറ്റങ്ങൾ എന്താണ് ഇപ്പോൾ ആൾക്കാർക്ക് തിരിച്ചറിഞ്ഞു തുടങ്ങി അല്ലേ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഞാനൊരു കുറച്ചൊരു ഗ്യാപ്പ് വന്നിരുന്നു, ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും വന്നിട്ട് ഇങ്ങനെ കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പുതിയ സിനിമയൊക്കെ പ്രതീക്ഷിക്കാം. ഷുവറായിട്ടും. മാഡത്തിൻ്റെ സ്ഥലം എവിടെയായിരുന്നു? എൻ്റെ പ്രോപ്പർ വെഞ്ഞാറമൂടാണ് ഇപ്പോൾ താമസിക്കുന്നത്. ട്രിവാൻഡ്രമാണ് ഇപ്പോൾ താമസിക്കുന്നത്, ഇവിടെ ആലങ്കോടാണ്. ഓക്കെ അല്ലേ, ശരി എന്നാൽ. ഒത്തിരി സന്തോഷം. കലാഭവൻ മണിച്ചേട്ടൻ്റെ പേരിലുള്ള ഈ അവാർഡ് കൈപ്പറ്റിയതിൽ. എൻ്റെ എന്താ പറയുക, മണിച്ചേട്ടൻ്റെ എല്ലാ ബർത്ത്ഡേയിലും ഞങ്ങൾ ചാലക്കുടിയിൽ ഒരു 4-5 ബർത്ത്ഡേ ഒരുമിച്ച് കൂടാൻ പറ്റി 1-ാം തീയതി ദിവസം. ആ ഓർമ്മകളൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ പോലെ ഒന്നും മറക്കാൻ പറ്റില്ല ജീവിതത്തിൽ. ഒത്തിരി സന്തോഷം. അതിലുപരി മണിച്ചേട്ടൻ നമ്മളെയൊക്കെ വിട്ടു പോയതിൽ, ആ ഒരു സുഹൃത്തിനെ നമുക്കൊക്കെ നഷ്ടപ്പെട്ടതിൽ ഒത്തിരി സങ്കടം. ഇനിയൊരു കലാഭവൻ ഇവിടെ ഉണ്ടാവില്ല, അതാണ് സത്യം. കലാഭവനിയായിട്ട് ഒരുപാട് ബന്ധമുണ്ടെന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ഒത്തിരി ബന്ധമാണ്. അത് ഞങ്ങളൊരു ചേട്ടൻ തന്നെയും ബന്ധമായിരുന്നു. ഇപ്പം അദ്ദേഹത്തിന് ഫാമിലിയായിട്ട് താങ്കൾ ഉണ്ട്, കോണ്ടാക്ട് ചെയ്യാറുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തോ കിട്ടിയ അവാർഡ് എന്തിൻ്റെ? വില്ലൻ അവാർഡ്, ബെസ്റ്റ് വില്ലൻ. 3 പടത്തിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ. പുതിയത് പൊങ്ങാല ചെയ്തുകൊണ്ടിരിക്കുന്നു, ദുലാൻ തട്ടാട് ചെയ്യുന്നു, ഇപ്പം വിസ്കി എന്നുള്ള പടം ചെയ്യാൻ പോകുന്നു. അതാണ് 3 പടം ചെയ്യുന്നുണ്ട്. പോരെ എന്താ മോനെ, ഇവിടെ പലർക്കും ഒരു പടം പോലും ഇല്ലാത്തവരുണ്ട്. അവരെ പോലെയൊക്കെ ഇത് ഭാഗ്യമല്ലടാ അല്ലേ? ദൈവത്തിന് അനുഗ്രഹം, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. കാര്യം സന്തോഷം, എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ പുതിയ വർഷത്തിൽ. അവാർഡ് ബെസ്റ്റ് ആങ്കർ ഫോർ ദ കോമഡി ഷോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമൃതയിലെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഷോ ആണ്. അപ്പോൾ അതിനാണ് എനിക്ക് അവാർഡ് ലഭിച്ചത് ഫോർ ദ ബെസ്റ്റ് ആങ്കർ. പക്ഷേ 2005 കിട്ടിയതെന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് ആങ്കർ എന്നുള്ള, അന്ന് ഞാൻ ചെറുതായിരുന്നു. അപ്പം എന്താ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നുണ്ട് മണിച്ചേട്ടൻ്റെ പേരിൽ ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഫസ്റ്റ് അവാർഡാണ് മണിച്ചേട്ടൻ. അപ്പോൾ ആക്ച്വലി തൃശ്ശൂരിൽ ഇതേപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം അവരുടെ പല പ്രോഗ്രാംസിനും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ഷൂട്ടും കാര്യങ്ങളും കാരണം. അപ്പോൾ ട്രിവാൻഡ്രത്ത് മണിച്ചേട്ടൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ചപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇത് ഫസ്റ്റ് അവാർഡാണ് മണിച്ചേട്ടൻ്റെ പേരിലുള്ളത്. ഓക്കെ, കഴിഞ്ഞു. പുതിയ വിശേഷങ്ങളൊന്നുമില്ലേ?
മണിച്ചേട്ടൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഫ്ലവേഴ്സിൽ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന ഷോ ചെയ്തപ്പോഴായിരുന്നു മണിച്ചേട്ടനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഭയങ്കര ജോളി പേഴ്സൺ ആയിരുന്നു മണിച്ചേട്ടൻ. എല്ലാത്തിനും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും എല്ലാ കാര്യങ്ങളും ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുന്നതായിരുന്നു മണിച്ചേട്ടൻ. പിന്നെ അന്ന് ഇത് പറഞ്ഞ പോലെ പാട്ടൊക്കെ പാടി ഭയങ്കര ഓളം വെച്ചിട്ട് നമ്മൾ ആക്ച്വലി പാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മണിച്ചേട്ടൻ. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ SKN സാറിനോടും പറയുന്നുണ്ടായിരുന്നു നമ്മുടെ സ്മാർട്ട് ഷോ പാടിയിൽ വെച്ച് ഒരിക്കൽ നടത്തണം, അവിടെ വന്ന് നമുക്ക് ചെയ്യാമെന്നുള്ളത്. പക്ഷേ അതിനുശേഷം അൺഫോർച്ചുനേറ്റ്ലി മണിച്ചേട്ടന് വയ്യാണ്ടായി. പിന്നെ ഒരു ദുഃഖവാർത്തയായിരുന്നു കേട്ടത്. അപ്പം അത് ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നുന്നു. ഈ സ്മാർട്ട് ഷോൻ്റെ ഇതിലാണ് എനിക്കത് അത് കഴിഞ്ഞിട്ടായിരുന്നു തോന്നുന്നു മണിച്ചേട്ടൻ പിന്നെ ഇങ്ങനെ ഒരു വാർത്തയായിട്ട് പിന്നെ ഞങ്ങൾ അറിയുന്നത്. സ്മാർട്ട് ഷോ എന്ന് പറയുന്നത് ലോങ് ബാക്കാണ്. അപ്പോൾ അതായിരുന്നു ലാസ്റ്റ് മണിച്ചേട്ടനായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്തത്. അമ്മയും അപ്പനും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. കാരണം ന്യൂ ഇയർ ആയതുകൊണ്ട് ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം കോട്ടയം പാലായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുമായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കിട്ടി. പിന്നെ രോഹിത്തിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു രോഹിത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു ഇതുപോലത്തെ ഒരു വലിയൊരു ഈവെൻറ്റിൻ്റെ ഫസ്റ്റ് അവാർഡായിരുന്നു. അപ്പോൾ ഞാൻ രോഹിത്തിന് എന്തായാലും പറഞ്ഞു കൂടെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഹി ഓൾസോ ജോയിൻ മീ. ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ബൈ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മൾ രക്ഷാവട്ടെ. കഴിഞ്ഞ 2024 എനിക്ക് ഏറ്റവും വലിയ വർഷമായിരുന്നു. അതിന് എല്ലാവരും നന്ദി തരുന്നു. അവർക്കും നമ്മുടെ ദൈവത്തോട് നന്ദി തരുന്നു. നമ്മളിപ്പോൾ കലാഭവനിയുടെ ചില പേരിലുള്ള ഒരു അവാർഡ് വാങ്ങിക്കാമെന്നാണ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ വർഷം എൻ്റെ അടുത്തൊരു സിനിമ ഉണ്ടാവും. അതൊരു അതിൻ്റെ ഫിലിം അതിൻ്റെ പുറകിലാണിപ്പോൾ. എല്ലാവരും അടുത്ത സിനിമ ഉണ്ടാവും. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാ ക്യാമറയിലും അയ്യോ ഓക്കെ, ഉറപ്പായിട്ട് വരും. വിളിക്കണം. നീ എങ്ങോട്ടാ? എന്നാ വീട്ടിലോട്ട്. അവാർഡ് കിട്ടിയാ കെട്ടിപ്പിടിച്ചിരുന്നു. എൻ്റെ ഒരു തോളിലൊക്കെ ഇട്ടോ. പറഞ്ഞു. എന്തിന്റെ അവാർഡാണ്? ബെസ്റ്റ് വൈറൽ സ്കിറ്റിനുള്ള അവാർഡാണ് എനിക്ക്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ കിട്ടുമെന്ന് ഓർത്തില്ല. സ്കിറ്റ് നല്ല രീതിയിൽ വിജയിച്ചു പോയി. പുതിയ സിനിമ അടുത്ത് ഇറങ്ങണം. പുതിയ സിനിമ എന്തെങ്കിലും സിനിമ നമുക്കങ്ങനെ ഇപ്പൊ പഠിത്തമൊക്കെ ആയതുകൊണ്ട് അതിന്റെ പറയും. രണ്ടുപേരും പേര് പറഞ്ഞു. വീണ്ടും നമ്മുടെ കൺഫ്യൂഷൻ ആക്കണാണ്. വീണ്ടും പ്രവേശനത്തിൽ തന്നെ ഇങ്ങനെ തുടർന്ന് പോകാനാണോ? ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറച്ച് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. പക്ഷെ എന്തുവാ ഹാപ്പി ന്യൂ ഇയർ. പുതിയ സ്കിറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ല, ഇറങ്ങാനുണ്ട്. അല്ല, കോട്ടയം. ഈ അവാർഡ് പഠിക്കാൻ വേണ്ടി വന്നത് അമ്മയപ്പനും അതാരാണെന്ന് പരിചയപ്പെടുത്തും. ഇവിടെ ഉണ്ടോ ഇപ്പൊ? അങ്ങ് നിൽക്കുക. പ്ലസ് ഉണ്ട്. ആ, കോട്ടയം. സിനിമയിലൊന്നും അങ്ങനെ അവസരം കിട്ടുന്നുണ്ടോ അതോ വേണ്ടെന്ന് വെച്ചിട്ടാണ്? വേണ്ടെന്ന് വെച്ചിട്ടല്ല, കിട്ടിയാൽ പോകുമല്ലോ. ഈ പ്രോഗ്രാമായിട്ട് എങ്ങനെ പോകുന്നു? അത് അവിടെ ചെല്ലുമ്പോ രാത്രി ഇരുന്ന് നോട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ പഠിക്കും. സ്കൂളിലൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ട്.
ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു തുടങ്ങി. അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? മുമ്പായിരുന്നപ്പോൾ ഒരു സെലിബ്രിറ്റി അല്ലായിരുന്നു, നോർമൽ ആയിരുന്നു. എങ്ങനെയാണ്? പണ്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരേ പോസ്റ്റ് ഇടുന്നതുകൊണ്ടല്ലേ ശ്രദ്ധിക്കുക, ഇരട്ടകളായതുകൊണ്ട്. ഇപ്പൊ പരിപാടി ചെയ്യുന്നുണ്ട് മറ്റവന്മാരല്ലേ എന്നൊക്കെയാണ്. മറ്റവന്മാരല്ലേ അതിന് വിഷമമുണ്ടോ? ഇല്ല, മറ്റവന്മാരെന്നെങ്കിലും പറയുന്നുണ്ട്. സെൽഫി എടുക്കാനൊക്കെ വരുന്നുണ്ടോ? ആ പിന്നെ നിങ്ങളൊക്കെ അങ്ങനെ അടിച്ചു വിളിച്ചായിരുന്നു വീട്ടിൽ നിന്ന്? അടിച്ചു പള്ളിയിലെ ക്രിസ്മസ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവിടത്തെ തിരിച്ചിഞ്ഞ് വീട്ടിലോട്ടാണ് അടുത്ത ഷൂട്ടിലോട്ട്. ഓക്കെ ഏട്ടാ, താങ്ക് യു. ഇത്ര നേരം നല്ല രീതിയിൽ പറഞ്ഞു. എനിക്ക് ഫസ്റ്റ് ടൈമാണ് അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അത് ന്യൂ ഇയർ ആയിട്ട് ജനുവരി 1 ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഈ വർഷം എനിക്ക് നല്ലതായിരിക്കും, അതായിരിക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സീരിയലിൻ്റെ ഇതിലുള്ള അവാർഡാണ് കിട്ടിയേക്കുന്നത്. പക്ഷെ ഞാൻ ഓ മൈ ഗോഡ് പ്രാങ്ക് ഷോ കൗമുദിയുടെ ആങ്കർ ചെയ്യുന്ന വ്യക്തിയാണ്. പിന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സന്തോഷം, വേറെ ഒന്നും പറയാനില്ല. ഈ പ്രാങ്ക് ഷോയിൽ ഇപ്പോൾ ഒരു വൈറലായ ഒരു വീഡിയോ പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്താ? ഞങ്ങളുടെ എല്ലാ ആണോ? ഒരു ആങ്കർ ചെയ്ത ഒരാൾക്ക് അവാർഡ് കവാലത്തിൽ അടി കിട്ടുന്നു, ഒരു ആൻറ്റീരിയിൽ നിന്നാണോ? അതെ അതെ ആ അതെ അതെ അതെ, അത് പാർവതിക്കാണ് അടി കിട്ടിയത്. അതെന്ന് വെച്ചാൽ ചേച്ചി ആ പ്രാങ്ക് ചെയ്ത ചേച്ചി എന്നു വെച്ചാൽ ഒരു വലിയൊരു തെറ്റിൽ കൊണ്ടാക്കി എന്നുള്ള ഒരു ടെൻഷനിലാണ് ആൾ ഭയങ്കരമായിട്ട് ചേച്ചി പാർവതീനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, നമ്മുടെ പ്രാങ്ക് ഷോ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ അടി കിട്ടുമ്പോഴല്ലേ അത് അത്രയും ഇത് പെർഫെക്റ്റ് ആയി എന്ന്. കാര്യം നമ്മൾ ചെയ്യുന്ന ആ പ്രാങ്കിൽ നമ്മൾ പ്രാങ്ക് ചെയ്യുമ്പോൾ അത് വിശ്വസിക്കുകയല്ലേ, ആ പറയുന്ന കണ്ടന്റ് എന്താണോ അത് അവർ വിശ്വസിക്കുകയാണ്. അവർ പെട്ടുപോയി എന്നൊരവസ്ഥ ആകുമ്പോഴേ അവർ ഉപദ്രവിച്ച് തുടങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ഉപദ്രവിക്കത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ റിസൾട്ട്. അതെ അതെ അതെ, ഒത്തിരി അടി കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോഴെന്നല്ല, പലപ്പോഴും നമുക്ക് അടിക്ക് നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ് കുടി നിർത്താൻ വേണ്ടിയിട്ട് പൂജ ചെയ്യുന്നതിൽ അതിൽ എനിക്കടി കിട്ടി, സാബുചേട്ടന് കിട്ടി, രജിത്തേട്ടന് കിട്ടി. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടും. നമ്മുടെ റിസ്കിലുള്ള ഒരു പ്രോഗ്രാമാണ്, മറ്റു ഷൂട്ടുകളെ പോലെയല്ല, ഇതൊരു റിസ്ക് പ്രോഗ്രാമാണ്. പക്ഷേ സന്തോഷമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഓ മൈ ഗോഡ് എന്നുള്ള ഒരു പ്രോഗ്രാമിൽ ആങ്കർ ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു.